إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا عباد الله أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1980-കളുടെ ഒടുവിൽ ലോകത്ത് രൂപം കൊണ്ട ഒരു പദമാണ് ഇസ്ലാമോഫോബിയ. നിങ്ങളിൽ പലരും അത് കേട്ട് കാണും. 80-കളുടെ ഒടുവിലാണ് ഈ ഒരു പദം രൂപം കൊണ്ടത് എങ്കിലും 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് ഈ ഒരു പദം വ്യാപകമായ നിലക്ക് ഉപയോഗിക്കുകയും ഇത് ഒരു പ്രത്യേകമായ അജണ്ടയ്ക്ക് വേണ്ടി ലോകത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 2001 ശേഷം ലോകത്ത് എവിടെ ഭീകരാക്രമണങ്ങൾ നടന്നാലും അതൊക്കെ ഒരു മതവുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുകയും ആ നിലക്കുള്ള ശക്തമായ പ്രചാരണങ്ങൾ ലോകത്ത് നടക്കുകയും ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ലോകത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം സംഭവങ്ങളെയൊന്നും ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെടുത്തി ചേർത്ത് കെട്ടിപ്പറയുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത്
ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും തലക്കുള്ള ഒരു ഭീകരാക്രമണമോ ഭീകര പ്രവർത്തനങ്ങളോ നടന്നാൽ അത് ഒരു മുസ്ലിം നാമധാരിയാണ് ചെയ്തത് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു താടി വെച്ചവനാണ് അത് ചെയ്തിട്ടുള്ളത് എങ്കിൽ, അവിടെയൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുവരികയാണ്. മീഡിയ അത് ഏറ്റെടുക്കും. എന്നിട്ട് അവര് പ്രചരിപ്പിക്കും. എന്താണ് പ്രചരിപ്പിക്കുന്നത്? ആ ചെയ്ത വ്യക്തി, അയാൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും അയാളെ ഒരു യഥാർത്ഥ മുസ്ലിമായി അവതരിപ്പിച്ച് ഇസ്ലാമുമായി ശക്തമായ ബന്ധമുള്ള ഒരാളാണെന്ന നിലക്ക് അയാളെ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ നടത്തി. ഇതിനൊക്കെ കാരണം ഇസ്ലാം എന്ന ആദർശമാണ്. ഇസ്ലാം കുഴപ്പമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിലക്കുള്ള പ്രചാരണങ്ങൾ ലോകത്ത് നിരന്തരമായി മീഡിയ അത് ഏറ്റെടുക്കുകയും ഈ നിലക്കുള്ള ഒരു ചിന്ത ജനമനസ്സുകളിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്തത് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇസ്ലാം പേടി വളർത്തുക. ഫോബിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പേടി. ഇസ്ലാമിനെ പേടിക്കേണ്ടതാണ്, അത് പേടിക്കേണ്ട ഒരു ആദർശമാണ് എന്ന നിലക്കുള്ള പ്രചാരണങ്ങൾ. എന്നാൽ ഈ ചെയ്തയാളുകളോ ഒന്നുകിൽ അവർ ആരുടെയെങ്കിലും പ്രേരണയാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരോ അതല്ലെങ്കിൽ പ്രത്യേകമായ അജണ്ടയ്ക്ക് വേണ്ടി ചെയ്യുന്നവരോ ആയിരിക്കാം. അവർക്ക് അള്ളാഹുവിന്റെ ദീനുമായി യാതൊരു നിലക്കുള്ള ബന്ധവും ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ പിന്നെ ലോകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ചില സംഘടനകളോ ഗ്രൂപ്പുകളോ ഒക്കെ തങ്ങളുടെ ഐഡിയോളജി ഭീകരവാദമായി സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരെ ഇസ്ലാമോഫോബിയ വളർത്താനുള്ള ഒരു ടൂളായി ചില ആളുകൾ ഏറ്റെടുക്കുകയും അവരെ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമായി ഇസ്ലാമായി അവതരിപ്പിക്കുകയും കണ്ടോ? ആ വിഭാഗം ചെയ്തത് ഇതാണ് ഇസ്ലാമിന്റെ കഥ, ഇതാണ് മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്ന നിലയ്ക്ക് ഇസ്ലാമോഫോബിയ വളർത്താൻ ആ ഗ്രൂപ്പുകളെയും സംവിധാനങ്ങളെയും ഒക്കെ ഇസ്ലാമിന്റെ ഭാഗമായി തന്ത്രപൂർവം അവതരിപ്പിക്കുകയായിരുന്നു മീഡിയകളും അതേപോലെ തന്നെ ചില രാജ്യങ്ങളുമൊക്കെ. IS എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ ചരിത്രം നിങ്ങളൊക്കെ പഠിച്ചതാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല, ആരൊക്കെയോ പടച്ചുണ്ടാക്കിയതായിരുന്നു അത്. പക്ഷേ ചേർത്ത് കെട്ടിയത് അള്ളാഹുവിന്റെ ദീനിനോടാണ്. അപ്പൊ ഇത്തരം സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചില ആളുകൾ ഒന്നുകിൽ ചില രാഷ്ട്രീയ പ്രേരണയാൽ ചെയ്യുന്നതായിരിക്കാം, എന്നിട്ട് അവരെ ടൂളായി ഉപയോഗപ്പെടുത്തുന്നു. ചില പ്രത്യേകമായ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെ പല ആളുകളും സ്വാധീനിക്കുകയും അവരെ കൊണ്ട് ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പവിത്രമായ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുകയും മോശമായ നിലക്ക് സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വർഷങ്ങളായി ലോകത്ത് നമ്മൾ കണ്ടുവരികയാണ്. നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. വഞ്ചനയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചതിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാരുണ്യത്തിന്റെ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് ലോകത്ത് നമ്മൾ ഇന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദൂരെ എവിടെയെങ്കിലുമല്ല, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ വരെ അള്ളാഹുവിന്റെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ നിങ്ങൾ നോക്കൂ, മുസ്ലിം ഐഡികളിൽ നിന്ന്, മുസ്ലിം പേരുകളിൽ നിന്ന് ഫേക്ക് ഐഡികളിലൂടെ ഇതാണ് ഇസ്ലാം എന്ന നിലയ്ക്ക് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇതൊക്കെയാണ് ഇസ്ലാം എന്ന നിലക്കുള്ള ഭീതി ജനിപ്പിക്കുന്ന നിലക്കുള്ള വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫിത്നയുടെ പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് വിശ്വാസികളെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭീതിജനകമായ അവസ്ഥയിലാണ് നോക്കൂ നിങ്ങൾ, പ്രകൃതി രമണീയമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കപ്പെട്ട കശ്മീരിന്റെ താഴ്വരയിൽ നിന്ന് നമ്മൾ കേട്ട വാർത്തകൾ ഏതൊരു വിശ്വാസിയെയും മുസ്ലിമിനെയും മറ്റുള്ളവരെ പോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇന്ന് കശ്മീരിന്റെ താഴ്വര മനുഷ്യരക്തം കൊണ്ട് ഒഴുക്കപ്പെട്ടിരിക്കുകയാണ്. ചേതനയറ്റ ഭർത്താവിന്റെ ബോഡിക്കരികിൽ ഇരുന്നു കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം രണ്ടാമതൊരിക്കൽ കൂടി കാണാൻ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യന് സാധ്യമല്ല. ഏറെ പ്രയാസജനകമായ, ഒരിക്കലും നമ്മുടെ മനസ്സാക്ഷി അംഗീകരിക്കാത്ത വളരെയധികം വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ആരാണത് ചെയ്തത് എന്നും ആരാണതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നും ഏത് നിലക്കുള്ള ഉദ്ദേശമാണ് അത് ചെയ്തവർക്കുള്ളത് എന്നും എന്തൊക്കെ രാഷ്ട്രീയമായ പ്രേരണകളാണ് ആ പ്രവർത്തനത്തിന്റെ പിന്നിലെന്ന് എന്നൊക്കെ കൃത്യമായ അന്വേഷണങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഒക്കെ അല്ലെങ്കിൽ നടക്കേണ്ടതുണ്ട്. നമുക്ക് കൃത്യമായ നിലക്ക് അതിനെ സംബന്ധിച്ച് ഒരു നിശ്ചിതമായ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാൻ സാധ്യമല്ല. പക്ഷേ നമുക്കൊരു കാര്യം പറയാൻ കഴിയും. അതെന്താണ്? കൃത്യമായും ഒരു പ്ലാനിങ്ങിന്റെ കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഒരു അജണ്ട അതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ വിശ്വാസികളെ നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. അല്ലേ? മതം ചോദിച്ചുകൊണ്ട് ഒരാളുടെ നെഞ്ചിലേക്ക് വെടിയുയർത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ലാതിരിക്കുകയില്ല. മുസ്ലിമീങ്ങളെല്ലാം മറ്റുള്ള മതസ്ഥരെ തിരഞ്ഞുപിടിച്ചു കൊല്ലുകയാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ച് ഒരു മതവിഭാഗത്തെ അപരവൽക്കരിക്കുന്നതിനും മന്യവൽക്കരിക്കുന്നതിനും അവര് പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കുന്നതിനും അങ്ങനെ മതസ്പർദ്ധയുണ്ടാക്കുന്നതിനും വേണ്ടി ഗൂഢമായ ഒരു പദ്ധതി അതിന്റെ പിന്നിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഐഡിയോളജി പ്രത്യേകമായ അവരുടെ അജണ്ടകൾക്ക് വേണ്ടി ചെയ്തത്, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ടൂളായി ഇത്തരം ചില സംഗതികളെ ഉപയോഗപ്പെടുത്തിയത്. ഏതൊക്കെയോ നിലക്കുള്ള ഗൂഢാലോചനകൾ അതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം ഒരു സത്യമാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ആലോചിച്ചു നോക്കൂ, അല്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ചില ആളുകൾ ഇത്തരം സംഗതികളെ എടുത്തുകൊണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറവിൽ വിഷം തുപ്പുകയാണെന്ന് പല ആളുകളും തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം നിങ്ങൾ നോക്കൂ, ലോകത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, എവിടെയൊക്കെ ഭീകരപ്രസ്ഥാനങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ അധികവും ഇരയാക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ദീനിന്റെ ശത്രുക്കളാണെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്ത് IS എന്ന ഭീകര പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവർ കൊന്നുതള്ളിയത് മുസ്ലിമീങ്ങളെയായിരുന്നു. ഒരു സംശയമല്ല, നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു നോക്കൂ. അപ്പൊ കൃത്യമായ അജണ്ടകളുണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. എന്നിട്ട് മതം നോക്കിയാണ് എത്ര വെടിയുതിർത്തത് എങ്കിൽ പിന്നെ എന്തിനാണ് അവർ മുസ്ലിമീങ്ങളെ കൊന്നത്? അതല്ലെങ്കിൽ നിറത്തോക്കുമായി മറ്റൊരു സഹോദരന്റെ നെഞ്ചത്തേക്ക് തോക്ക് പിടിച്ച് നിൽക്കുന്ന ഭീകരവാദിയുടെ കൈക്ക് പിടിച്ച് എന്തിനാണ് ആ നിരപരാധിയെ നിങ്ങൾ വധിച്ചു കളയുന്നതെന്ന് ചോദിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ നേരെ അയാളുടെ നെഞ്ചിലേക്ക് വെടിയുയർത്ത് അയാളെ കൊന്നെങ്കിൽ, സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഭീകരവാദികൾക്ക് മതമല്ല പ്രശ്നം. അവരെ എതിർക്കുന്നവരെ അവരില്ലാതാക്കും, അവരെ എതിർക്കുന്നവരെ അവർ നിഷ്കാസനം ചെയ്യും. അവിടെ മതം ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഇതൊക്കെ മതത്തോട് ചേർത്ത് കെട്ടുന്നത് കടുത്ത അപരാധമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല, നിരപരാധിയായ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. പ്രത്യേകിച്ച് മുസ്ലിമിനെ കൊന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ദംബിൻ അസല്ലാഹു അൻ യഗ്ഫിറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അവന്റെ എല്ലാ പാപങ്ങളും പൊറുത്തു കൊടുത്തേക്കാം, ഇല്ലാമൻ മാത മുശ്രിക്കൻ. മുശ്രിക്കായി ഒരാൾ മരിച്ചില്ല എങ്കിൽ, ഒരാൾ മരിക്കുന്നത് മുശ്രിക്കാണെങ്കിൽ, മുശ്രിക്കായിട്ടാണെങ്കിൽ അയാൾക്ക് പ്രതീക്ഷയില്ല. ഔ മുഅ്മിനൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദ. അതല്ല, ഒരാൾ മനഃപൂർവ്വം ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ ഒരു മുഅ്മിനിനെ മനഃപൂർവ്വമാണ് അയാൾ വധിക്കുന്നതെങ്കിൽ അയാൾക്കൊരു പ്രതീക്ഷയുമില്ല, നാളെ പാരത്രിക ലോകത്ത് ആ പാപങ്ങൾ ഒരിക്കലും പൊറുത്തു കൊടുക്കുകയില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നിലനിൽക്കുമ്പോ പിന്നെ എന്തിനാണ് ഭീകരവാദികൾ ഒരു മുസ്ലിമിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത്? എന്തിനാണ്? നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന്. തെറ്റായ പ്രചാരണങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലമാകുമ്പോൾ വഞ്ചനയുടെ കാലമായിരിക്കും, വഞ്ചനയുടെ കാലമായിരിക്കും, വഞ്ചനയുടെ ചില വർഷങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഏതാണ് ആ വഞ്ചനയുടെ കാലമെന്നോ? കള്ളവാദി സത്യവാനായി അവതരിപ്പിക്കപ്പെടുകയും കൊടുംവഞ്ചകൻ അതായത് കൊടുംവഞ്ചകനായ മനുഷ്യൻ സത്യവാദിയായി അവതരിപ്പിക്കപ്പെടുകയും സത്യം പറയുന്നവരെ വഞ്ചകനായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം സത്യമേതാണ് അസത്യമേതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഫിത്നയുടെ ഒരു കാലം എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അന്ന് കൊല വർദ്ധിക്കും, അക്രമങ്ങൾ വർദ്ധിക്കും,
പ്രതിസന്ധികൾ ഉണ്ടാകും. കൃത്യമായ ദിശാബോധവും ശക്തമായ ഈമാനുമാണ് ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിന്റെ മുതൽ അവന്റെ കൈമുതലായിരിക്കേണ്ടത് അതാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കശ്മീരിലെ അവിടെ പോയി വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയി അവിടെ ഈ നിലക്കുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ തങ്ങളുടെ ഡോക്യുമെന്റ്സും പ്രിയപ്പെട്ടതും എല്ലാം ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോയ അമുസ്ലിം സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കതെല്ലാം തിരിച്ചു കൊണ്ടുവന്നത് വിശ്വാസപൂർവ്വം ഞങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ഞങ്ങളുടെ ബാഗുകൾ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ചത് ഈ നാട്ടിലെ സത്യസന്ധരായ മുസ്ലിം സഹോദരങ്ങളാണെന്ന് മീഡിയയോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നോക്കൂ നിങ്ങൾ, അതാണ് ഒരു മുസ്ലിം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാളെയും വഞ്ചിക്കാനോ ഒരാളെയും ചതിക്കാനോ നിരപരാധികളെ കൊല്ലാനോ ഒരു മുസ്ലിമിനോട് പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വളരെ കൃത്യമായ നിലക്ക് അല്ലാഹു പറയുകയാണ്, ഒരാൾ ഒരു മുസ്ലിമിനെ എന്നല്ല പറഞ്ഞത്, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീആ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീആ. ഇത് അല്ലാഹുവിന്റെ കിതാബിലുള്ള കാലത്തോളം ഒരു മുസ്ലിമിന് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നുകളയാൻ സാധ്യമല്ല. എന്താ റബ്ബ് പറഞ്ഞത്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി, ഒരു നഫ്സിന് പകരമായിട്ടല്ലാതെയോ അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായോ അല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീആ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതാണ് അല്ലാഹു പറഞ്ഞത്. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും നമ്മൾ കൊന്നൊടുക്കി. നിങ്ങൾ ചിന്തിക്കുക, എത്രമാത്രം വലിയൊരു അപരാധമാണത്. ചിന്തിക്കാൻ കഴിയോ? ഇത്രയും വലിയ പാപഭാരമാണ് ആ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരുന്നത്. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് അല്ല പറയാണ്, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീആ. ഇനി ഒരാൾക്ക് ജീവൻ നൽകുകയാണെങ്കിൽ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ജീവൻ നൽകിയതിന്റെ, ജീവിക്കാനുള്ള സൗകര്യം നൽകിയതിന്റെ, അവരെ സഹായിച്ചതിന്റെ, നന്മ ചെയ്തതിന്റെ പ്രതിഫലമാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അയാൾക്ക് മാപ്പ് കൊടുത്തു. ഒരു മനുഷ്യന് മാപ്പ് കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. അതല്ലെങ്കിൽ ഒരാളെ മറ്റൊരാൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് തടയാൻ കഴിഞ്ഞാൽ അത് ആ മനുഷ്യന് ജീവൻ നൽകിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ജീവൻ നൽകിയതിന്റെ, ജീവൻ രക്ഷപ്പെടുത്തിയതിന്റെ പ്രതിഫലമാണ്. അതാണല്ലോ നമ്മൾ കണ്ടത്, അല്ലേ? ഭീകരവാദി നിറയൊഴിക്കുമ്പോ കൈക്ക് പിടിക്കാണ്, എന്നിട്ട് അയാൾ മരിക്കേണ്ടി വരികയാണ് ആ മനുഷ്യന്. അത് അള്ളാന്റെ ദീന് പഠിപ്പിച്ചതാണ്. ഇതേ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരോടും കാരുണ്യം ചെയ്യാനാണ് ഈ മതം പഠിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിമിന്റെ രാജ്യസ്നേഹം ചോദിക്കുകയാണ് ചില ആളുകൾ, അല്ലേ? മുസൽമാന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആലോചിക്കണം, മുസ്ലിമിന്റെ, അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തോട് അയാളുടെ വികാരം എന്താണെന്ന് ഇവർക്കറിയുമോ? ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിപരമായ രണ്ട് സ്വഭാവം അല്ല പറയുന്നുണ്ട്. സ്വന്തം ശരീരത്തെ ഏതൊരു മനുഷ്യനും പ്രൊട്ടക്ട് ചെയ്യും. ശരീരത്തിന്റെ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അപകടത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യും. സ്വന്തം വീടും നാടും ഒരു മനുഷ്യൻ എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. ഇത് രണ്ടും മനുഷ്യ സഹജമാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ ആമുഖമായി ഓതി വെച്ച വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ അവിടെ അല്ലാഹു പറയുന്നതെന്നറിയോ? സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യാൻ അള്ളാന്റെ ദീന് കൽപ്പിച്ചിട്ടില്ല. അതേപോലെ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അങ്ങനെയുള്ള ഒരു ഇബാദത്തും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഇത് രണ്ടും മനുഷ്യന്റെ പ്രകൃതി സഹജമായ വികാരമാണ്, പ്രകൃതി സഹജമായ പേടിയാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെ പോലെയാണ് അയാൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്. ആ നാടിനെതിരിൽ, ആ നാടിനെ നശിപ്പിക്കാൻ, ആ നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാളുടെ കൈക്ക് പിടിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ, അവന്റെ രക്തത്തിൽ ഓടുന്ന വികാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആശയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നത്, വലൗ അന്നാ കതബ്നാ അലൈഹിം അനിഖ്തുലൂ അൻഫുസകും അബി ഖുർജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും. വലൗ അന്നാ കതബ്നാ അലൈഹിം, നാം അവരുടെ മേൽ നിയമമാക്കിയിരുന്നുവെങ്കിൽ,
അല്ലാഹു പറയാണ്, നാം ഒരു നിയമമായി അവർക്ക് നൽകിയിരുന്നുവെങ്കിൽ അനിഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയൂ. അത് മതത്തിൽ ഒരു പുണ്യമുള്ള കാര്യമാണ്. സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയോ വധിക്കുകയോ ചെയ്യുന്നത് മതകാര്യമാണ്, മതത്തിൽ പുണ്യമുള്ള കാര്യമാണെന്ന് നാം അവർക്ക് നിയമമാക്കിയിരുന്നുവെങ്കിൽ അബിഖ്റുജൂ മിൻ ദിയാരിക്കും, നിങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു പോകണം എന്ന നിയമം നാം അവർക്ക് നൽകിയിരുന്നുവെങ്കിൽ മാ ഫഅലൂഹു, അതവർ ചെയ്യുകയില്ല. ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. ഭൂരിഭാഗം മനുഷ്യർക്കും അത് ചെയ്യാൻ കഴിവുള്ള നിയമമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പീഡന നിയമം നാം ഒരിക്കലും നിയമമാക്കിയിട്ടില്ല. അതുകൊണ്ട് സ്വന്തം വീടിനോടും നാടിനോടും ശരീരത്തോടും ഒക്കെയുള്ള സ്നേഹം എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെയും വികാരമാണ്. അവൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന കാര്യമാണ്. ഇത്രയും സുന്ദരമായ നിയമം വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എവിടെയും അനീതി ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത, നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത മറ്റുള്ള മതസ്ഥരോട് നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കുന്നതിലും അവർക്ക് പുണ്യം ചെയ്യുന്നതിലും അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല എന്ന വചനമുള്ള കിതാബ് അള്ളാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യൂ, അവർക്ക് നന്മ ചെയ്തു കൊടുക്കൂ. അവരെ ഉപദ്രവിക്കാനോ കൊന്നുകളയാനോ അല്ല പറഞ്ഞത്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അവർക്ക് നന്മ ചെയ്തു കൊടുക്കൂ. അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന അതിസുന്ദരമായ വചനമുള്ള കിതാബ് അത് മുസ്ലിമിന്റെ കയ്യിലുള്ള കിതാബിലുണ്ട്. അല്ലേ? ലോകത്തേക്ക് അള്ളാഹു അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥത്തിലുണ്ട്. ആ ആശയമാണ് മുസ്ലിം കൊണ്ട് നടക്കുന്നത്. ആലോചിച്ചു നോക്കൂ. തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറയെ ഭക്ഷിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല, നീ മുസ്ലിം അല്ലെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. അയൽവാസിയുടെ മതമോ ആദർശമോ പരിഗണിച്ചുകൊണ്ടല്ല അവന് നന്മ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വാചകം അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരോടും ആർദ്രതയോടെ കരുണയോടെ നിങ്ങൾ കരുണ കാണിക്കണം, കരുണയോടെ വർത്തിക്കണം എന്നല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ നിങ്ങൾ കരുണ ചെയ്യുന്ന ആ മനുഷ്യന്റെ ജീവിയുടെ അവന്റെ ആദർശമോ നിലപാടോ നിങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല കരുണ ചെയ്യേണ്ടത് എന്നും അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നിട്ടും ഈ മഹത്തായ ആദർശത്തോട്, ഈ മഹത്തായ കാരുണ്യത്തിന്റെ സന്ദേശത്തോട് ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രേരണയാൽ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ചേർത്ത് കെട്ടുന്ന ആളുകൾ ഒരു മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്നത് കടുത്ത അപരാധമാണ്, നിങ്ങൾ ചെയ്യുന്നത് കടുത്ത അനീതിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം വിശ്വാസികളെ, ഈ കെട്ടകാലത്ത്, ഈ ഫിത്നകൾ നിറഞ്ഞാടുന്ന കാലഘട്ടത്തിൽ ഓരോ മുസ്ലിമും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ശരിയായ നിലപാടിൽ മുന്നോട്ട് പോകണം. നമ്മുടെ കഴിവിന്റെ പരമാവധി തെറ്റായ നിലക്കുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിനെ തിരുത്താനുള്ള ആർജവം, ഈമാനികമായ വൈജ്ഞാനികമായ കരുത്ത് നേടേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഖുത്ബയിലൂടെ ഇത്തരം വിഷയങ്ങൾ പരാമർശിക്കുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒരു കാഴ്ചപ്പാട് വേണം. ആർക്കും എന്തും പറയാൻ തോന്നിയതുപോലെ പറയാൻ കഴിയുന്ന കാലഘട്ടത്തിൽ, ചെറിയ തോതിലെങ്കിലും അസത്യം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വൃത്തത്തിലെങ്കിലും നമുക്ക് സത്യത്തിന്റെ പ്രചാരകരായി മാറാൻ, സത്യം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ള മതസ്ഥരോട് അള്ളാഹുവിന്റെ ദീനിന്റെ നിലപാട് ഇന്നതാണെന്ന് എണ്ണി എണ്ണി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് നടന്നു കഴിഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെയായ ഭീകരവാദത്തിന്റെ ചരിത്രം നമ്മൾ അന്വേഷിച്ചാൽ
അതിന്റെ അടിവേരുകൾ താണ്ടി നമ്മൾ പോകുകയാണെങ്കിൽ അതെല്ലാം ചെന്നു ചേരുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളിലേക്കായിരിക്കും. എവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്കും, തന്ത്രപരമായ നിലയ്ക്ക് അതിനൊരു കാരണം കൂടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ പേര് മാത്രം ഇത്തരം സംഭവങ്ങളോട് ചേർത്ത് കെട്ടുന്നത്? അത് സത്യസന്ധമായ ഒരു ആദർശമാണ് ഇസ്ലാം. ആ സത്യസന്ധമായ ആദർശം പലപ്പോഴും പലരുടെയും ശത്രുവാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇസ്ലാമിന്റെ ആദർശം തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ആ സത്യസന്ധമായ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് ചില ആളുകളുടെയൊക്കെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതുകൊണ്ട് അതിനെ തെറ്റായ നിലയ്ക്ക് ചിത്രീകരിക്കേണ്ടത് ചില ആളുകളുടെയൊക്കെ നിലനിൽപ്പിന് അനിവാര്യമായതുകൊണ്ട് തന്നെ ഈ നിലക്കുള്ള ഗൂഢമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മതസ്ഥരോട് പഠിപ്പിച്ച, അവരോടുള്ള ഇടപാടുകൾ, അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച പ്രവാചക വചനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു ഹദീസ് നിങ്ങൾ കേട്ടു നോക്കൂ. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തുന്ന പ്രവാചക വചനമാണ്. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അലാ മൻ ളലമ മുആഹദൻ, മുസ്ലിമീങ്ങളോട് സഹവർത്തിത്വത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ഒരു അമുസ്ലിം, അതല്ലെങ്കിൽ പ്രത്യേകമായ കരാറിൽ കഴിഞ്ഞുകൂടുന്ന ഒരു അമുസ്ലിം ഒക്കെയാകാം. മുസ്ലിമീങ്ങളുടെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു അമുസ്ലിമാണ്, ഏത് മതത്തിൽപ്പെട്ടയാളാകട്ടെ. അങ്ങനെയുള്ള ഒരു അമുസ്ലിം സഹോദരനോട് ഒരാൾ അതിക്രമം ചെയ്താൽ അവിൻ തഖസഹു, അതല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും നിലക്കുള്ള ഹക്ക് നമ്മൾ അപഹരിച്ചെടുക്കുകയോ ഔ കല്ലഫഹു ഫൗഖ ത്വാഖതിഹി, അവനെ ഒരു പണിയോ ജോലിയോ ഏൽപ്പിക്കുമ്പോൾ അവന്റെ കഴിവിനപ്പുറമുള്ള ഒരു കാര്യം അവന്റെ മേൽ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അതല്ലെങ്കിൽ അവന്റെ മനസ്സംതൃപ്തിയില്ലാതെ, മാനസിക പൊരുത്തമില്ലാതെ അവന്റെ ഒരു അവകാശം നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്ത് സർവ്വ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഞാൻ ആ മുസ്ലിം സഹോദരന് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ വാദിച്ചുകൊണ്ടിരിക്കും. അവന് വേണ്ടി ഞാൻ കേസ് വാദിക്കും. അവന് വേണ്ടി, അവന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ നാളെ ശബ്ദിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം എങ്ങനെയാണ് നിന്റെ മതം ഏതാണെന്ന് ചോദിച്ച് ഒരുത്തന്റെ നെഞ്ചിലേക്ക് എങ്ങനെയാണ് അവന് വെടിയുതിർക്കാൻ കഴിയുക? അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, ഭീകരവാദവുമായി നടക്കുന്ന ആളുകളൊക്കെ അവിവേകികളാണ്. വികാരത്തിന്റെ പുറത്താണ് ഇത്തരം സംഗതികളെല്ലാം ചെയ്തു കൂട്ടുന്നത്. മുസ്ലിം എപ്പോഴും വിവേകമുള്ളവനാണ്. അവനവന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, 1980-കൾ, അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, ഇതിനൊന്നും മുമ്പ് ഈ നിലക്കുള്ള ഒരു ഇസ്ലാമോഫോബിയ പ്രചാരണമില്ല. അതിനു മുമ്പ് മുസ്ലിങ്ങളില്ല. എന്തുകൊണ്ടാണ്? അതൊരു പ്രത്യേക കാലഘട്ടം മുതൽ പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി, രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ചില സംഘടനകളെയും ഗ്രൂപ്പുകളെയും ടൂളാക്കി തങ്ങളുടേതായ രാഷ്ട്രീയ താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി അന്വേഷണങ്ങൾ നടക്കട്ടെ. അപ്പോൾ അറിയാം നമുക്ക് കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സത്യസന്ധമായ ആദർശമാകുന്ന അള്ളാഹുവിന്റെ ദീന് എന്നും തെറ്റായി അവതരിപ്പിക്കാൻ അതിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസവുമായി കടന്നു ചെന്നപ്പോ ആ സത്യസന്ധമായ ആദർശത്തെ മറികടക്കാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ആ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരവരുടേതായ പണികളെടുത്തത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ ശബ്ദവും ഉയർത്തി കടന്നു ചെല്ലുമ്പോൾ ആ മഹാനായ പ്രവാചകന്റെ സത്യസന്ധമായ ആദർശത്തെ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ അന്ന് അവിടെയുണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ ആ പ്രവാചകനെ കുറിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയത് അള്ളാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഇങ്ങോട്ട് ചരിത്രം ഇങ്ങനെ എടുത്തു വന്നാൽ അന്തിമ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വരുമ്പോൾ ആ പ്രവാചകൻ ഏറ്റുവാങ്ങിയ എന്തൊക്കെയോ തെറ്റായ പ്രചാരണങ്ങൾ അവിടുന്ന് സഹിക്കേണ്ടി വന്നു. എന്തൊക്കെ പറഞ്ഞു നബിയെ കുറിച്ച് കഴിഞ്ഞില്ല.
അത് കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ അവിടെയുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജൂത സമൂഹം അവര് പേടിച്ചു. ഞങ്ങളുടെ അധികാരവും മദീനയുടെ ഞങ്ങളുടെ ആധിപത്യവും ഒക്കെ മുഹമ്മദ് വന്നാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, മുഹമ്മദിന്റെ ആദർശം ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുന്ന ആദർശമാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലാതെ ഞങ്ങളുടെ അധികാരത്തെ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ജൂതലോബി അന്നു മുതൽ തുടങ്ങി വെച്ചു അവരുടെ കള്ളപ്രചാരണങ്ങൾ. എന്തൊക്കെയാണ് അവർ ചെയ്തത്? എന്തൊക്കെ അപരാധങ്ങളാണ് അവർ പറഞ്ഞത്? എന്തൊക്കെയാണ് മുത്തുനേതാവ് കേൾക്കേണ്ടി വന്നത്? അല്ലേ, ഒരു കൂട്ടം ആളുകൾ രാവിലെ പ്രവാചകന്റെ സദസ്സിൽ വരികയാണ് മദീനത്തെ പള്ളിയിൽ. എന്നിട്ട് നബിയിൽ നിന്ന് ദീന് കേട്ട് ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി എന്ന് പറയാണ്. കുറച്ചു നേരം നബിയുടെ കൂടെ അങ്ങനെ ഇരുന്ന് വൈകുന്നേരമായപ്പോൾ അവര് പറയാണ്, ഇല്ലല്ല ഞങ്ങൾക്ക് വേണ്ട, ഇത് ശരിയല്ല, ഞങ്ങൾക്കിപ്പോ മനസ്സിലായി ഈ ആദർശം ശരിയല്ല എന്ന്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ കാഫിറുകളായി അവര്. മനഃപൂർവ്വമുള്ള പദ്ധതികളായിരുന്നു, ഗൂഢപദ്ധതികൾ. ഇത്തരം അജണ്ടകൾ എന്നുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ വിചാരിക്കുക? കഥയറിയാത്ത വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത അറബികൾ വിചാരിക്കും, കണ്ടോ വേദഗ്രന്ഥമൊക്കെ ഓതി പാരായണം ചെയ്ത് വേദവാക്യങ്ങളോട് ബന്ധം പുലർത്തുന്ന ജൂതന്മാർക്ക് മുഹമ്മദിന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നപ്പോൾ മനസ്സിലായി ഈ ആദർശം പൊള്ളയാണെന്ന്. പിന്നെ എന്തിനാണ് ഞങ്ങൾ അതിന്റെ പിറകിൽ നടക്കുന്നതെന്ന ബോധമുണ്ടാക്കാൻ വേണ്ടി തന്ത്രപൂർവമായ ശത്രുക്കളുടെ പണി ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വഞ്ചനയുടെ ലോകമാണ്, വഞ്ചിക്കപ്പെടും. ജാഗ്രത പുലർത്തണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ള കാലമാണ്. അതേപോലെ തന്നെ അവിവേകത്തോടുകൂടെ നമ്മൾ ഒരിക്കലും പ്രതികരിക്കരുത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് അധികവും, അല്ലേ? പക്വതയില്ലാത്ത പ്രതികരണങ്ങൾ വരുത്തി വെക്കുന്ന അപകടങ്ങൾ അത് അയാൾക്ക് മാത്രമാകൂല, ഉമ്മത്തിന് മൊത്തത്തിൽ അതിന്റെ ദോഷമുണ്ടാകും. ഉമ്മത്തിന് മൊത്തത്തിൽ ദോഷമുണ്ടാവും. ഒരൊറ്റ പ്രതികരണം മതി. എന്താണ്ടാവുമെന്നറിയോ? അതിന്റെ പേരിൽ ഉമ്മത്ത് മൊത്തം പ്രയാസം സഹിക്കാൻ. അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അല്ലേ, ഇസ്രായേലിനെയും കൂട്ടി ചെങ്കടലും കടന്നു പോവാന്. അങ്ങനെ ഈ മരുഭൂമിയിലെത്തിയപ്പോ അള്ള പറഞ്ഞു, അവിടെ അമാലിക്ക വർഗക്കാരുണ്ട്, ശക്തരാണ്, മല്ലരാണ്. മൂസാ നബിയോട് അള്ള പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം. മൂസാ നബി തന്റെ അനുയായികളെ വിളിച്ചപ്പോ എന്താ അവര് പറഞ്ഞതെന്നറിയോ? 10 ആളുകളെ അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. 10 ആളുകൾ തിരിച്ചു വന്നിട്ട് 2 ആളുകൾ പറഞ്ഞു നമുക്ക് യുദ്ധം ചെയ്യാന്ന്. ബാക്കി 8 ആള് പറഞ്ഞു എന്തെന്നറിയോ? ഞങ്ങളില്ല യുദ്ധം ചെയ്യാൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ നോക്കൂ നിങ്ങൾ, ആ അവിവേകപൂർണമായ വാചകത്തിന്റെ ദുരന്ത ഫലം എന്തായിരുന്നു? 40 കൊല്ലക്കാലം തീഹ മരുഭൂമിയിൽ ഇസ്രായേലിയർ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്ന ദുരന്തപൂർണമായ ദൈവിക ശിക്ഷയാണ് അവരുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത്. ഒരവിവേകത്തിന്റെ ദുരന്തം 40 കൊല്ലം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഏത് മേഖലയിലും സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സത്യദീനിനെ അല്ലാഹു അചഞ്ചലമായി അതിന്റെ ഇസ്സത്തോടുകൂടെ തന്നെ നിലനിർത്തുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു എത്രയും വേഗം ശമനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.